നേരത്തെ ഒരു വിമർശനം എന്ന് പറയുന്നത് സഭകൾ രണ്ടുപേരെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒന്ന് ആന്റോ ആന്റണിയും സണ്ണി ജോസഫ് എന്ന് പറയുന്നു. സണ്ണി ജോസഫ് KPCC പ്രസിഡന്റായി. അപ്പൊ ആ വാർത്തകൾ ശരിവെക്കുന്നത് കൂടിയാണോ ഇത്തരത്തിൽ? ആ വാർത്തകൾ ആരാ പറഞ്ഞത്? നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? കേരളത്തിൽ നിങ്ങൾ ആ വാർത്തയ്ക്ക് വേണ്ടി പറഞ്ഞിരുന്ന സഭ കത്തോലിക്ക സഭയാണ്. കത്തോലിക്ക സഭ വളരെ ഓപ്പണായി ക്ലിയർ കട്ടായി പറയുകയല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഡിമാൻഡ് ഇല്ല, സഭ അങ്ങനെ ആവശ്യം ഉന്നയിച്ചിട്ടേ ഇല്ല എന്ന് കോൺഗ്രസും പറയുന്നു. ഉന്നയിച്ചു എന്ന് പറയുന്ന സഭ ഇല്ല എന്ന് അവരും പറയുന്നു, സഭയും പറയുന്നു. അങ്ങനത്തെ ആവശ്യം കിട്ടിയിട്ടില്ല എന്ന് കോൺഗ്രസും പറയുന്നു. അതിനപ്പുറം ആരാ പറയുന്നത്? അതെങ്ങനെയാ സഭയുടെ പ്രസിഡന്റ് ആകുന്നത്? KSU പ്രവർത്തകനായി തുടങ്ങി, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായി വളർന്ന്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി, വലിയ പ്രതിസന്ധിയുടെ കാലത്ത് കണ്ണൂരിൽ നയിച്ച് പ്രവർത്തകനെ ചേർത്ത് പിടിച്ച് CPM അക്രമ രാഷ്ട്രീയത്തിനെതിരായി പോരാട്ടം നടത്തി അവിടെ സീറ്റ് വിജയിപ്പിച്ച സണ്ണി ജോസഫ്, അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റാണ്. കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും, കാരണം ശ്രീ K സുധാകരൻ റീപ്ലേസ് ചെയ്യപ്പെടുമ്പോൾ കണ്ണൂരിൽ നിന്ന് തന്നെ CPM അക്രമ രാഷ്ട്രീയത്തെ പ്രതിരോധിച്ച സീറ്റുകൾ വിജയിപ്പിച്ച ഒരാൾ തന്നെ കടന്നു വരിക എന്ന് പറഞ്ഞാൽ പ്രവർത്തകരുടെ മുറയിൽ വരിക. നിങ്ങൾ ആ സന്തോഷത്തെ ഇത്തരത്തിലുള്ള സ്പോയിലറുകൾ പറയല്ലേ? പ്രവർത്തകൻ, നിങ്ങൾക്ക് ഞാനൊരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് MLA ആയിട്ടുള്ള ഒരാളാണ്, എന്റെ ആവേശം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഈ നാട്ടിൽ ഓരോ സാധാരണ പ്രവർത്തകനപ്പോൾ എത്ര വലിയ ആവേശമായിരിക്കും ഒരു തീരുമാനം ഉണ്ടാകുമ്പോൾ. എനിക്ക് എത്ര ആവേശം, എനിക്ക് എത്ര സന്തോഷം. ഞാൻ പറഞ്ഞില്ല, വ്യക്തിപരമായി എന്നെ ഭയങ്കരമായി സന്തോഷിപ്പിക്കുന്ന തീരുമാനമാണ് ഹൈക്കമാൻഡ്. വ്യക്തിപരമായി പ്രവർത്തക നിലയിൽ ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിട്ടോ MLA ആയിട്ടോ സംസാരിക്കുകയല്ല. ഞാൻ ഹൈക്കമാൻഡിനോട്, ശ്രീ മല്ലികാർജ്ജുന ഖാർഗെയോട്, ശ്രീ രാഹുൽ ഗാന്ധിയോട്, ശ്രീ KC വേണുഗോപാലിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകാത്ത രീതിയിൽ പ്രവർത്തകന്റെ സന്തോഷം രേഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഇതും പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനും എല്ലാം കൂടെ ചേർന്നൊരു ടീം. ഈ ടീം ആദ്യം പറഞ്ഞല്ലോ 2025 പ്രവർത്തകനെ ജയിപ്പിക്കും, 2026 കേരള നിയമസഭയിൽ UDF മിനിസ്ട്രി കൊണ്ടൊരു കോൺഗ്രസിന് മുഖ്യമന്ത്രി.